ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയൊക്കെ എങ്കിലും എനിക്ക് ഈ ചാനലൊന്ന് മോണിറ്റൈസ് ചെയ്തെടുക്കാമായിരുന്നു. എന്തായാലും എനിക്ക് വ്ളോഗർ എന്നുള്ള പേര് കിട്ടി. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇറ്റ് ഇസ് അഗൈൻ എ ഡെയിലി വ്ളോഗ് where I'm going with my friends to Lulu Mall. It's day 2 of wandering in the city with friends. And now ഇപ്പോൾ ഋതിക എന്നെ വിളിക്കാൻ വരും. എന്നിട്ട് ഞങ്ങൾ ലുലു മാളിൽ പോകാൻ പോവാണ്. സംതിങ് ഫൺ ഷീസ് പ്ലാനിങ് ഐ ഗെസ്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ ദ ഡേ. ആദ്യം ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ബാക്കിലെ തുണി കൂന നിങ്ങൾ മൈൻഡ് ചെയ്യരുത്, കാരണം അത് ക്ലിയർ ചെയ്യാനുള്ള ഗ്യാപ്പ് എനിക്ക് ഇതുവരെ കിട്ടിയില്ല. നല്ല കിടുക്കം മഴയാണ് ഗൈസ്. സോ റെയിനിങ്. ഐ എം ഓൾ റെഡി. കണ്ടില്ലേ, നേരത്തെ കണ്ട കോലമല്ലല്ലോ ഇപ്പോൾ. എൻ്റെ കറുത്ത ഐലൈനർ കാണാത്തതുകൊണ്ട് ഐ യൂസ് ദ വൈറ്റ് വൺ. അപ്പോൾ ഗൈസ്, ഇറ്റ് വാസ് അനദർ ഫൺ ഡേ ഇൻ ലുലു മോൾ. ഞാൻ അവിടെ ചെന്നിട്ട് ഒരു അരമണിക്കൂർ രണ്ടെണ്ണത്തിനും വേണ്ടി ആക്ച്വലി വെയിറ്റ് ചെയ്ത് അവസാനം എന്നെ എൻ്റെ കസിൻ റിജോ ചാച്ചൻ വിളിച്ചുകൊണ്ട് ഞാൻ റിജോ ചാച്ചനോട് സംസാരിച്ച് നടന്നു. എന്നിട്ട് അവർ വന്നുടനെ ഞങ്ങളിതാ നേരെ ഫൺ ടൂറിലേക്ക് പോയി. ബിനോയ് ഇതിൻ്റെ അകത്ത് കയറിയില്ല. ഞാൻ ഋത്തിക്കയും കൂടെ ഈ സംഭവത്തിനകത്ത് കയറിയിട്ട് ആക്ച്വലി ആദ്യമൊക്കെ മറ്റേ കൂളായിട്ടിരുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചവരുടെ സ്പീഡൊക്കെ കൂട്ടി കളിച്ചപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ബോളുണ്ടാക്കി. ലൈക്ക് ഇറ്റ് വാസ് ഫൺ. ഇറ്റ് വാസ് റിയലി ഫൺ ടു പ്ലേ അറൗണ്ട് ഇൻ ദെയർ. അതും വി വെൻ ടു റീബൗണ്ടിൽ പോയിട്ട് നമ്മുടെ സംഭവങ്ങളെല്ലാം, വാച്ച്, കണ്ണാടി, സംഭവങ്ങളെല്ലാം അവിടെ അകത്ത് വെച്ചു. ആൻഡ് വൺ മോർ തിങ് ഇറ്റ് ഇസ് ഹാപ്പനിങ്, ലുലുവിൽ ഹാപ്പി അവേഴ്സ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗെയിംസിൽ നമ്മൾ ഓഫേഴ്സ് എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ലൈക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിംസ് കളിക്കുമ്പോഴത്തേക്ക് അതിന് ഇപ്പം 350 രൂപയുടെ ഗെയിമാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഹാഫ് പ്രൈസിനാണ് നമുക്ക് ടാഗിൽ നിന്ന് റീചാർജ് ആവുക. ഇത് നല്ല അടിപൊളി സാധനമായിരുന്നു. ഗ്രൂപ്പായിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ റീബൗണ്ട് ഇസ് വെരി നൈസ്. ഓക്കെ, പക്ഷെ എൻ്റെ നടുവിൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതിൻ്റെ അകത്ത് തന്നെ കുറേ ഗെയിംസ് ഉണ്ട്. ആദ്യം നമ്മൾ ആ ട്രാമ്പലിനിൽ നിന്ന് ബാലൻസ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാസ്ക്കറ്റ് ചെയ്യണം. ബാസ്ക്കറ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും ബാസ്ക്കറ്റ് ചെയ്ത് കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ബാസ്ക്കറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ ഫസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ വീണു. പക്ഷേ അത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല ഗേസ്. പിന്നെ ഞാൻ ഇട്ടതൊന്നും വീണില്ല. പിന്നെ ഋതിക ഇട്ടു, അതും ഏകദേശം കണക്കായിരുന്നു. നമ്മളങ്ങനെ ഒരെണ്ണം വീഴ്ത്തിയിട്ട് വന്നു. അത് കഴിഞ്ഞ് ഈ സാധനം അടിപൊളിയാണ്. ഇതിൽ നിന്ന് ജമ്പ് ചെയ്ത് അപ്പുറത്തുള്ള ആ ഷീറ്റിൻ്റെ ഇടയിലോട്ട് വീഴണം. ഞാനിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചാട്ടമായിരുന്നു. അവിടെ ചെന്ന് നിന്നിട്ടൊരു എന്താ ചാടി വീട് മൊത്തത്തിലുള്ളൊരു ഒരു ഭയം പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നിട്ട് അവസാനം ഞങ്ങൾ രണ്ടും കൂടെ അതിൻ്റെ അത് മറിഞ്ഞു വീണു. ഞാൻ എൻ്റെ ഒപ്പിക്കുകയും കൂടെ രണ്ടും കൂടെ മറിഞ്ഞു വീണ് അതിൻ്റെ അത് കിടക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ അവൻ മാത്രം രക്ഷപ്പെട്ടു പോകണ്ട എന്ന് തോന്നിയ സ്ഥിതിക്ക് വി ട്രൈഡ് പുഷിങ് ബിനോയ് ഇൻസൈഡ്. ഞാൻ അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് ചാടിയൊക്കെ മുകളിൽ കയറി വന്ന് അത് കഴിഞ്ഞിട്ട് ഇതാണ്ട് അവനെ നൈസായിട്ട് തള്ളിയിട്ട് അനദർ തിങ്, ഇവിടെ നമ്മൾ 2 ബൗൺസ് ഫ്രണ്ടിൽ ചെയ്തിട്ട് എന്നിട്ട് ബാക്കിൽ ഇവിടെ വന്ന് ബാക്ക് ബൗൺസ് ചെയ്ത് ഇങ്ങനെയല്ല, ആക്ച്വലി നമ്മൾ അവിടെ ബാക്ക് ബൗൺസ് ചെയ്ത് തിരിച്ച് വരണം. ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. ഞങ്ങൾ അത്ര ബൗൺസ് ചെയ്യാൻ നോക്കിയിട്ടും ഞാൻ മൂക്കും കുത്തി വീഴുന്നില്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ലായിരുന്നു. പിന്നെ വി ട്രൈഡ് മേക്കിംഗ് ഇറ്റ് എ ഗെയിം. ഞങ്ങൾ 1 2 3 സ്റ്റാർട്ടൊക്കെ പറഞ്ഞിട്ട് ചെയ്യാനായിട്ട് തുടങ്ങുമായിരുന്നു. ആൻഡ് എന്നിട്ടും യു ഗൈസ് സോ മീ ഫോളിങ് ഡൗൺ. 1 2 3 സ്റ്റാർട്ട് ഗോ. അങ്ങനെ അവിടെ വീണ് എന്നിട്ട് അവിടെ കിടന്ന് കുറച്ച് നേരം. അത് കഴിഞ്ഞ് ഇത് നമ്മൾ മറ്റേ ട്രാമ്പലീൻ ആ പെർഫോമൻസ് പോലെ എത്ര നമുക്ക് ഹൈ ചാടാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അത് കിടന്ന് കുറേ നേരം ചാടി കളിച്ച് നോക്കി. അത് എനിക്ക് തോന്നുന്നു കുറേ കൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പല പൊസിഷൻസും ആർട്സും ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. ദെൻ വി വെന്റ് ടു ദ മെയിൻ പാർട്ട്, ഡാഷിങ് കാറിൽ ഞങ്ങൾ 2 തവണ കയറി കേട്ടോ. 2 തവണ കയറി. ആദ്യത്തെ തവണ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. പിന്നെ രണ്ടാമത്തെ തവണ ചേട്ടന്മാരോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അവരുടെ അടുത്ത് ലൈക്ക് അവർക്ക് വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും അവർ നമുക്ക് പിന്നെ അത്രയും ചോദിച്ച സ്ഥിതിക്കും രണ്ടാമത് കയറിയപ്പോഴത്തേക്ക് സ്റ്റാഫും ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോഴത്തേക്കും ആക്ച്വലി ഞങ്ങൾ ക്ഷീണിച്ചു.
പിന്നെ എന്തായാലും എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതി ഫ്രൂട്ട് ബേ പോയി. ഫ്രൂട്ട് ബേ ചെന്നപ്പോഴത്തേക്ക് അവൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾക്ക് അറിഞ്ഞൂടാ, ഐസ് ഇട്ട വെള്ളം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഐസിട്ട വെള്ളം മേടിച്ച് ഫ്രൂട്ട് ബേത് ഐസിട്ട വെള്ളം വാങ്ങിക്കൊടുത്തു. അത് മാത്രമല്ല വി ഹാഡ് സം കൈൻഡ് ഓഫ് ജ്യൂസസ് ആൻഡ് ദെൻ വിനോയ് ബോട്ട് ഹർ കോട്ടൺ ക്യാൻഡി ആൻഡ് ദറ്റ് വാസ് എ റിയലി ക്യൂട്ട് മൂമെൻറ്റ്. കൂട്ട് മൂമെൻ്റ് കഴിഞ്ഞ് ഇതൊക്കെ കഴിച്ച് കോട്ടൺ ക്യാൻഡിയൊക്കെ കഴിച്ച് അതിൻ്റെ അകത്ത് നിന്ന് ഞാനും കൈയിട്ട് വാരി കഴിച്ച്. ഷി വാസ് സോ ഹാപ്പി and both of them were happy and I was also happy to be out there with them because they are my very best friends and അങ്ങനെ വലിയൊരു അധ്വാനത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. മേക്കപ്പൊക്കെ അതുപോലെ തന്നെ ഉണ്ട്, സെറ്റിംഗ് സ്പ്രേ ഒക്കെ സെറ്റായിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ കുറച്ച് കാര്യമൊക്കെ സ്പ്രെഡായി തോന്നുന്നു, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഈ ഞാൻ മുടി കെട്ടി വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഐ വാസ് സെറ്റിംഗ് ലൈക്ക് ഹെൽ ആഫ്റ്റർ റീബൗണ്ട്. അപ്പോൾ അങ്ങനെ ഇറ്റ് വാസ് ആക്ച്വലി എ വെരി ഗുഡ് ഡേ. ഇറ്റ് വാസ് സോ ലോങ് സിൻസ് we 3 of us caught up and it was amazing. നല്ല രസമായിരുന്നു. It was fun. If you like the video, make sure to subscribe, share, like, comment and follow Instagram.